ജെൻസി കുട്ടികൾ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പേരൻസിന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പേരൻസിന് അറിയില്ല ഇത് എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത്. പലപ്പോഴും പേരൻസ് തിരിച്ച് അവരോട് ദേഷ്യപ്പെടാനും വഴക്ക് പറയാനും ഉപദേശിക്കാനൊക്കെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, ദേഷ്യപ്പെടുന്ന ഒരു കുട്ടിയുടെ ബ്രെയിൻ ഒരിക്കലും നമ്മുടെ ഉപദേശമോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമയുള്ള ഒരു സ്റ്റേറ്റിലായിരിക്കത്തില്ല. കുട്ടിയുടെ ദേഷ്യം ഒന്ന് അടങ്ങിയതിനു ശേഷം സൗമ്യമായിട്ട് അവനെ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് എപ്പോഴും നല്ലത്. രണ്ടാമത്തെ കാര്യം, കുട്ടി എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലത്തായിട്ട് ദേഷ്യം കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയണം. കുട്ടിക്ക് ചിലപ്പോൾ ശരിയായിട്ട് ഉറക്കം കിട്ടുന്നുണ്ടാവില്ല, കുട്ടി ശരിയായിട്ട് ഉറങ്ങുന്നുണ്ടാവില്ല, കുട്ടി സ്ക്രീൻ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടാവും, പഠിക്കാനുള്ള ഒരുപാട് പ്രഷർ കൂടിയിട്ടുണ്ടാവാം. അതോടൊപ്പം തന്നെ ചിലപ്പോൾ പിയർ ഗ്രൂപ്പിൽ വന്ന എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, സൈബർ ബുള്ളിങ് ആയിരിക്കാം, വീട്ടിൽ തന്നെ കുറെ നാളായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ അവനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ടാവും. കുട്ടി എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് എന്നുള്ളതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി നമ്മൾ ആ റൂട്ട് കോസിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി നല്ലതാണ്. ദേഷ്യപ്പെടുന്ന ഒരു കുഞ്ഞിനെ എപ്പോഴും നമ്മൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവന് ദേഷ്യം നമ്മൾ അക്നോളജ് ചെയ്യും, അതൊന്ന് കാം ഡൗൺ ആവാനുള്ള സമയം കൊടുക്കുകയും ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ദേഷ്യം ഒന്ന് കാമായതിനു ശേഷം സാവകാശം സൗമ്യമായിട്ട് കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതാണ്. അതിനു പകരം കുട്ടികൾ ദേഷ്യപ്പെടുന്ന സമയത്ത് പേരൻസ് നേരെ തിരിച്ച് അവരോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയാണ്. കുഞ്ഞിന്റെ അഗ്രഷനും ഇറിറ്റേഷനും നന്നായിട്ട് കൂടുകയും അവൻ കൂടുതൽ അക്രമാസക്തനാകുകയും ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ അവന് റിബലിസ്റ്റിക് ക്യാരക്ടറായിട്ട് മാറും. കംപ്ലീറ്റ്ലി പേരൻസുമായിട്ടുള്ള ഒരു ബന്ധം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന തലത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ ദേഷ്യപ്പെടുന്ന സമയത്ത് മാതാപിതാക്കൾ ക്ഷമയോടുകൂടി സൗമ്യമായിട്ട് ആ ദേഷ്യം എന്ന് പറയുന്ന സ്വഭാവത്തെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ മാതാപിതാക്കളിൽ നിന്ന് ദേഷ്യപ്പെടുന്ന ഒരാളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു സോഷ്യൽ മോഡലായിരിക്കും കുട്ടികൾ പഠിച്ചെടുക്കുക.